ഹലോ, നമുക്ക് ഇനി എടുക്കാനുള്ളത് ഡൈനാമിക് ലിങ്കിങ് ആൻഡ് ഡൈനാമിക് ലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ അഡ്രസ് എന്താണ്, അബ്സല്യൂട്ട് അഡ്രസ് എന്താണ്, ഡൈനാമിക് അഡ്രസ് ബൈൻഡിങ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി ഇവിടെ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ സപ്പോർട്ടിംഗ് എക്സിക്യൂഷൻസ് ഓഫ് ലാർജ് പ്രോഗ്രാം. ഒരു വലിയൊരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ഡൈനാമിക് ലിങ്കിങ് ആൻഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഡൈനാമിക് ലിങ്കിങ് ആൻഡ് ലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നതിന്റെ മുന്നേ സ്റ്റാറ്റിക് ലോഡിംഗ് എന്താന്നുള്ളത് നമുക്കൊന്ന് പറയാം. സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു പ്രോഗ്രാം നമുക്കറിയാം, പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എവിടെ ഉണ്ടായിരിക്കണം, ആ പ്രോഗ്രാം മെയിൻ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ അല്ലെ. ഇവിടെ ഒരു പ്രോഗ്രാം ലോഡിംഗ് എൻ്റെ പ്രോഗ്രാം ഇൻ ടു memory is called the static execution. Before it is starting the execution, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ എല്ലാ പ്രോഗ്രാംസും മെയിൻ മെമ്മറിയിൽ കൊണ്ടുപോയി ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലോഡിംഗ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ സ്റ്റാറ്റിക് ലോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഇപ്പോൾ ഒരു 1K പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ആ 1K പ്രോഗ്രാമിനെയും ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം എക്സിക്യൂഷൻ വിൽ ബി ഫാസ്റ്റർ ബിക്കോസ് എൻ്റെ പ്രോഗ്രാം ഈസ് ഇൻ ദ മെയിൻ മെമ്മറി. എല്ലാ പ്രോഗ്രാംസും മെയിൻ മെമ്മറിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ എന്തായിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും അല്ലെ. പക്ഷെ ഇതിലുള്ള പ്രോബ്ലം എന്താണ്, ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെമ്മറിന്റെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ. അതായത് മെമ്മറി നമുക്ക് കുറച്ച് മെമ്മറി ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 1K പ്രോഗ്രാംസും ഒന്നിച്ച് അതിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇനി ചില സമയത്ത് നമ്മുടെ പ്രോഗ്രാം ലാർജർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 2K പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രോഗ്രാംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് ഫാസ്റ്റ് ആയി തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഫംഗ്ഷൻസിനെയും സ്റ്റാറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് ഫംഗ്ഷനിങ്ങിൽ എല്ലാ പ്രോഗ്രാംസും എല്ലാ ഫംഗ്ഷൻസും എന്ത് ചെയ്യും, നമ്മുടെ മെമ്മറിയിലേക്ക് ലോഡ് ആവും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാസ്റ്റ് ആവും. പക്ഷെ ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. മെമ്മറി നമുക്ക് കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡാറ്റാസിനെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഡൈനാമിക് ലോഡിംഗ് ഈസ് എ റൂട്ടീൻ ഈസ് നോട്ട് ലോഡഡ് അണ്ടിൽ ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം എന്താവില്ല, ആദ്യം എന്ത് ചെയ്യും, ലോഡ് ദ മെയിൻ മൊഡ്യൂൾസിനെ ഫസ്റ്റ് ലോഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതിനെ മാത്രം ലോഡ് ചെയ്യും. അതാണ് ഡൈനാമിക് ലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ആ ഒരു ഫംഗ്ഷനെ ലോഡ് ചെയ്യും. മെയിൻ മൊഡ്യൂളിനെ നമ്മൾ ഫസ്റ്റ് ലോഡ് ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതിനെ മാത്രം ലോഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഡൈനാമിക്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതിന് മാത്രം ലോഡ് ചെയ്യുന്നതാണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓൾ റുട്ടീൻസ് ആർ കെപ്റ്റ് ഓൺ ദ ഡിസ്ക്. അപ്പോൾ ഈ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ എവിടെ ആയിരിക്കും, നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഏതാണോ ആവശ്യം വരുന്നത് അതിന് ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ അങ്ങനെ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ വെൻ എ റൂട്ടീൻ, ഇപ്പോൾ ഒരു പ്രോസസ്സ് നമുക്ക് ആവശ്യമുണ്ട് വിചാരിക്കുക, ദ മെയിൻ മെമ്മറി ഈസ് ലോഡഡ് ഇൻ ടു ഫസ്റ്റ് നമ്മൾ മെയിൻ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യും, എന്നിട്ട് ആവശ്യമുള്ളതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ആവശ്യമായിട്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് അതവിടെ മെയിൻ മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുമാതിരി ഒരു പ്രോഗ്രാമാണ് വിചാരിക്കുക, ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്, 3 സബ് മൊഡ്യൂൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ മെയിൻ പ്രോഗ്രാം ആദ്യം തന്നെ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമ്മിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മ് ആദ്യം എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഒരു പ്രോഗ്രാമിന് എന്തായാലും ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മെയിൻ പ്രോഗ്രാം എന്തായാലും പ്രൈമറി മെമ്മറിയിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് തന്നെ അത് ലോഡ് ചെയ്യും, എന്നിട്ട് ഓരോ സമയത്ത് ഏതാണോ ആവശ്യം വരുന്നത്, ഇപ്പോൾ സമ്മാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മിനെ ആദ്യം കൊണ്ടുവന്ന് വിടും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ആവശ്യം വരികയാണ്, ഇപ്പോൾ സബ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം അത് മെയിനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
ഇല്ലാന്നുണ്ടെങ്കിൽ സബിൽ പോയിട്ട് ആ സബിന്റെ അഡ്രസ്സിനെ നിങ്ങളുടെ മെയിൻ മെമ്മറിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യും. ഇതാണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് അഡ്വാൻറ്റേജസ്? അതിന്റെ മെമ്മറി സൈസ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ബെറ്റർ മെമ്മറി സ്പേസ് യൂട്ടിലൈസേഷൻ. അൺയൂസ്ഡ് റുട്ടീൻ ഈസ് നെവർ ലോഡഡ്. ആവശ്യമില്ലാത്തത് നമുക്ക് ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ മെമ്മറിന്റെ ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ ലാർജ് എമൗണ്ട് ഓഫ് code are needed to handle in frequently occurring cases. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡാറ്റാസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡസ് നോട്ട് റിക്വയർ ദ സ്പെഷ്യൽ സപ്പോർട്ട് ഫ്രം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ അതിനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. The user must design the program to take the advantages of dynamic loading. യൂസർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡൈനാമിക് ലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. Then programmer provides the library routine to implement the dynamic loading. പ്രോഗ്രാമർ തന്നെ എന്താ ചെയ്യുന്നത്? പ്രോഗ്രാമർ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലൈബ്രറി റുട്ടീൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം എന്ത്? അതായത് ടൈം, ഓരോ പ്രാവശ്യം ഇത് മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിഫിക്കൽട്ടാണ്. ആ ഒരു പ്രശ്നം മാത്രമാണ് നമുക്കിവിടെ ഫേസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.